So hey guys, Samsung Galaxy S23 ജൂണിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റിൻ്റെ സൈസ് നോക്കാൻ വെച്ചാൽ 455.29 MB ആണ്. പിന്നെ ഇവിടെ പുതിയ ഫീച്ചേഴ്സൊന്നും ആഡ് ചെയ്തിട്ടില്ല, വെറും ഒരു സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നലെ രാത്രി ഇത് അപ്ഡേറ്റ് ചെയ്തു, പക്ഷേ ഇതിൻ്റെ വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആൻറ്റിറ്റു ബെഞ്ച് മാർക്കും ഗീക്ക് ബെഞ്ചും CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ബിഫോർ ദ അപ്ഡേറ്റ് ആൻഡ് ആഫ്റ്റർ ദ അപ്ഡേറ്റ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. പിന്നെ കുറേ പേർക്ക് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ സ്ക്രീൻ ഓൺ ടൈം വൈഫൈയിൽ യൂസ് ചെയ്തിട്ടാണ് എനിക്ക് എത്ര നല്ല സ്ക്രീൻ ഓൺ ടൈം കിട്ടണമെന്ന്. മൊബൈൽ ഡാറ്റയിലും യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ജൂണിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ഒരാഴ്ച വരയ്ക്കും ഞാൻ വൈഫൈ യൂസ് ചെയ്യണേ ഇല്ല, മൊത്തം മൊബൈൽ ഡാറ്റയിലാണ് യൂസ് ചെയ്യുന്നത്. മൊബൈൽ ഡാറ്റയിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് എത്രയാണ് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നത് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ദിവസത്തെ സ്ക്രീൻ ഓൺ ടൈമും എൻ്റെ യൂസേജും ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആദ്യം നമുക്ക് ആൻറ്റിറ്റു സ്കോറിനെ പറ്റി നോക്കാം. ആൻറ്റിറ്റു സ്കോറിനെ പറ്റി നോക്കാന്ന് വെച്ചാൽ ഇവിടെ മെയിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിൽ 14,80,944 ആണ് സ്കോർ കാണാൻ കിട്ടിയിരുന്നത്. ഇവിടെ CPU സ്കോറും GPU സ്കോറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതേമാതിരി ഇവിടെ ജൂണിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിൽ 15,22,274 ആണ് സ്കോർ കാണാൻ കിട്ടുന്നത്. CPU GPU സ്കോർ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ എന്തായാലും പെർഫോമൻസിൽ ഇവിടെ ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ കിട്ടുന്നുണ്ട് അക്കോർഡിംഗ് ടു ആൻറ്റിറ്റു ബെഞ്ച് മാർക്ക്. ഇപ്പോൾ ഗീക്ക് ബെഞ്ചിൻ്റെ സ്കോർ നോക്കുകയെന്ന് വെച്ചാൽ ഇവിടെ മെയിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിൽ സിംഗിൾ കോർ സ്കോർ 1962, മൾട്ടി കോർ സ്കോർ 5190. അതേസമയത്ത് ജൂണിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിൽ സിംഗിൾ കോർ സ്കോർ 1971 ആൻഡ് മൾട്ടി കോർ സ്കോർ 5289. അപ്പോൾ സ്ലൈറ്റ്ലി ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ കിട്ടുന്നുണ്ട് ഗീക്ക് ബെഞ്ച് സ്കോറിലും. ഇപ്പോൾ CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റിനെ പറ്റി നോക്കാന്ന് വെച്ചാൽ ഇവിടെ CPU ത്രോട്ടൽ ടു 82% ഓഫ് ഇറ്റ്സ് മാക്സ് പെർഫോമൻസ് ആണ് കാണിക്കേണ്ടായിരുന്നത് മെയിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിൽ. അതേമാതിരി ജൂണിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിൽ CPU ത്രോട്ടൽ ടു 78% ഓഫ് ഇറ്റ്സ് മാക്സ് പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. ചെറുതായിട്ടൊരു ത്രോട്ട്ലിംഗ് ഇഷ്യൂ കൂടിയിട്ടുണ്ട്, പക്ഷേ ഇവിടെ മാക്സിമം സ്കോറും ആവറേജ് സ്കോറും മിനിമം സ്കോറും ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ കിട്ടുന്നുണ്ട് ജൂണിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിൽ. ഫോണിൻ്റെ പെർഫോമൻസൊക്കെ നോക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ടൊക്കെയാണ് വർക്ക് ചെയ്യണത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫിൽ എങ്ങനെയുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ ഡൗൺഗ്രേഡ് ഉണ്ടോ ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും ഒരാഴ്ച ഞാൻ മൊബൈൽ ഡാറ്റ വെച്ചിട്ടാണ് ഈ ഫോൺ യൂസ് ചെയ്യാൻ പോണത്, വൈഫൈയിൽ യൂസ് ചെയ്യണേ ഇല്ല. അപ്പോൾ എത്ര സ്ക്രീൻ ഓൺ ടൈം എൻ്റെ യൂസേജിൽ കിട്ടുന്നുണ്ടെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ക്യാമറ ക്വാളിറ്റി, ടെലിഫോട്ടോ ലെൻസ് ഭയങ്കരമായിട്ട് മോശമായിരുന്നു എൻ്റെ ഡിവൈസിൽ. കുറേ പേർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ കിട്ടിയിരുന്നു, കുറേ പേർക്ക് ടെലിഫോട്ടോ ലെൻസ് ഭയങ്കരമായിട്ട് ഡൗൺഗ്രേഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. എന്തായാലും ടെലിഫോട്ടോ ലെൻസും മെയിൻ ക്യാമറയും അൾട്രാ വൈഡ് ക്യാമറയും സെൽഫി ക്യാമറയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ആയിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. അതുവരെയ്ക്കും ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്